ആ അപകടം നടന്ന സ്ഥലത്ത് നിന്നും ദൃക്സാക്ഷിയോടൊപ്പം റിയ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിയ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു ജീവൻ രക്ഷിച്ച കാര്യം ആ ഡോക്ടർമാരിൽ നിന്ന് തന്നെ, അവരുടെ പ്രവൃത്തി ഞങ്ങൾ അവരിൽ നിന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റിയ ഇപ്പോൾ ആ സ്ഥലത്താണ് നിൽക്കുന്നത്, ദൃക്സാക്ഷി കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവരെന്താണ് പറയുന്നത്? കാരണം ഈ ഡോക്ടർമാരോടൊപ്പം ആ പോലീസ് ഉദ്യോഗസ്ഥരായാലും ആ നാട്ടുകാരായാലും അവരെല്ലാവരും ആ സമയം ഒന്നിച്ചു നിന്നവരായിരുന്നു. അതേ പൂജ, ഈ സംഭവത്തിന്റെ ഒരു ഞെട്ടൽ ഇപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മാറിയിട്ടില്ല. ഇത് സ്റ്റാൻലി എന്ന് പറയുന്ന ആളാണ്. ഈ ചേട്ടന്റെ കടയിൽ നിന്നാണ് ബ്ലേഡും ആ സ്ട്രോയും ഒക്കെ എടുത്തുകൊണ്ട് വന്നത്. ചേട്ടൻ ഞങ്ങളോട് പറയുകയായിരുന്നു, ചോരയിൽ കുളിച്ച് ചോര ഛർദ്ദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ആ ഡോക്ടർമാരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ജീവനോടെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞതെന്ന് ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. അതെ അതെ, നമ്മൾ വളരെ ശബ്ദം കേട്ടിട്ടാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ 3 പേര് റോഡിലേക്ക് നിരന്ന് കിടക്കാണ്. ഈ റോഡിൻ്റെ സൈഡിലായി കിടന്ന ആൾ ശരിക്കും ബ്ലഡൊക്കെ ചാടി ആകെ ഒരു വർഷം. അപ്പോഴാണ് നമ്മൾ ആംബുലൻസ് വിളിച്ച്, അപ്പോൾ വെയിറ്റിംഗ് ആയി. അപ്പോഴാണ് ഡോക്ടേഴ്സ് വന്നത്. അവർ വന്നിട്ട് പെട്ടെന്ന് നോക്കി തുടരണ്ട, എടുക്കണ്ട എന്ന് പറഞ്ഞു. അവർ തന്നെ അന്നേരം പറഞ്ഞ് ഇങ്ങനെ ഒരു ബ്ലേഡ് വേണം, സ്ട്രോ വേണം എന്ന് പറയും. നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ആദ്യം ഒരു പേപ്പർ സ്ട്രോയാണ് കിട്ടിയത്. ആദ്യം ഒരു എൻ്റെ ഇടയിലുണ്ടായിരുന്ന പേപ്പർ സ്ട്രോ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു ചേട്ടനോട് പറഞ്ഞിട്ട് ആ ചേട്ടൻ എവിടെ പോയിട്ട് ഒരു പ്ലാസ്റ്റിക് സ്ട്രോ സംഘടിപ്പിച്ചു. അത് വെച്ച് പുള്ളി അത് കട്ട് ചെയ്ത്, പിന്നെ നമ്മൾ എല്ലാവരും വെട്ടമില്ലാന്ന് വെട്ടവും വിളിച്ചു. നാട്ടിൽ വെട്ടമില്ലായിരുന്നു. ടോർച്ചിൻ്റെ വിളിച്ച് മറ്റേ നമ്മുടെ ഫോണിൻ്റെ അത് വെച്ച് അടിച്ചിട്ടാണ് അത് ചെയ്തത്. അതായത് ഇവിടെ കൂടിയ ആളുകളൊക്കെ ടോർച്ചിന്റെ ലൈറ്റ് തെളിച്ചു കൊടുത്തു പ്രൊസീജിയർ ചെയ്യാൻ. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ശരിക്കും അവർ ആ ടൈമിങ്ങിന് എത്തിയത് വളരെ ഭാഗ്യം. പിന്നെ അതുമല്ല, റോഡിൽ കിടന്ന ആളെ എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞ് എടുക്കണ്ട, നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പലക വേണമെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ സംഘടിപ്പിച്ചിട്ടൊക്കെ നമ്മളത് കറക്റ്റൊക്കെ ചെയ്തത്. കൃത്യമായിട്ട് എങ്ങനെയാണോ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ചെയ്യുന്നത് അതുപോലെ ഗൈഡൻസ് ആ ഡോക്ടർമാർ വളരെ വളരെ കൃത്യമായിട്ട് അവർ ചെയ്ത്. കാരണം അവരാ വന്നത് വളരെ ഭാഗ്യം. അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാൻ പോലെ എന്തൊക്കെയോ ചെയ്യും, പെട്ടെന്ന് എടുത്ത് വാറ്റിയെ പിടിക്കുകയൊക്കെ ചെയ്ത് വളരെ മോശാവസ്ഥയാവുമായിരുന്നു. പക്ഷെ അവർ ആ ടൈമിങ്ങിന് എത്തിയത് കൊണ്ട് അത് കൃത്യമായി നടന്നു, ജീവൻ രക്ഷിച്ചു എന്ന് പറയുന്നു, രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. വളരെ നല്ല കാര്യം. ആ ഡോക്ടേഴ്സിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, എങ്കിലും നല്ല കാര്യം അവർ ചെയ്തു. നിങ്ങൾക്കൊരു ഞെട്ടലും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു? കാരണം പേടിച്ചു പോയി. ഞാൻ ശരിക്കും ഫസ്റ്റ് ഓടി വരുന്നത് ഞാനായിരുന്നു. ഞാൻ പേടിച്ചു പോയി. പെട്ടെന്ന് തന്നെ 108ലേക്ക് വിളിച്ചായിരുന്നു. അപ്പോൾ അടുത്ത് ലൊക്കേഷനിൽ വണ്ടി ഇല്ലയെന്ന് അവിടെ നിന്ന് പറഞ്ഞു. പിന്നെ അതിന് പോലീസ് സ്റ്റേഷൻ വിളിച്ചപ്പോഴാണ് അവർ അറേഞ്ച് ചെയ്തു. ടൈമിങ്ങിന് പോലീസുകാരെത്തി. അവർ കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യമായി കോർഡിനേറ്റ് ചെയ്തു. കൃത്യമായി എത്തി. അവർ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു. പെട്ടെന്ന് റോഡ് ബ്ലോക്കൊക്കെ മാറ്റി അവർ കൊണ്ടുപോകണം. സാധാരണ ഹോസ്പിറ്റലിൽ എത്തിയാണ് ഈ കഴുത്ത് സർജറി ഒക്കെ ഒരു പ്രൊസീജിയറിലേക്ക് പോവാ. ഈ ഡോക്ടർമാരെ റോഡിൽ വെച്ച് ചെയ്ത കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ എന്ത് തോന്നി? ഡോക്ടർമാർക്ക് ഒരു ധൈര്യം ഉണ്ടാവും, നിങ്ങൾക്ക് നമ്മൾ പേടിച്ചു പോയി. നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ ഈ സംഭവം. പക്ഷേ അത് അവരങ്ങനെ ആ ചെറിയ അരണ്ട വെളിച്ചത്തിൽ അവരത് കൃത്യമായി ചെയ്തു. അത് കാരണം ദൈവാനുഗ്രഹം. ആ പയ്യൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് നമ്മളത് കാണുന്നത്. ആ ടൈമിങ്ങിൽ എത്തിയതും അവർക്ക് അത് ചെയ്യാൻ തോന്നിയൊരു മനസ്സും അതാണ് വലുത്. ഒരു ഡോക്ടേഴ്സിൻ്റെ ഒരു ഉത്തരവാദിത്വം അത് വളരെ വ്യക്തമാണ്. കാരണം അവർക്ക് അവിടെ വണ്ടി ഓടിച്ച് പോകാമായിരുന്നു, പക്ഷെ അവർ പോയില്ല. അവരിറങ്ങി വന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തന്നു. വളരെ നല്ല കാര്യം. ഈ വാഹനമായിരുന്നു അല്ലെ? 2 വാഹനങ്ങളാണ് പൂർണ്ണമായിട്ടും തകർന്നു. അതെ, ഇതുകൊണ്ട് അതുകൊണ്ട്. പക്ഷെ ഇത് എങ്ങനെ ഇടിച്ചു എന്ന് കേട്ടില്ല. രാത്രി ഇരുട്ടായിരുന്നു, ശരിക്കും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ കടടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് സംഭവിച്ചത്. എന്തായാലും സ്റ്റാൻലി ചേട്ടൻ പറയുമ്പോൾ നമുക്കത് മനസ്സിലാകും. കാരണം അപകടം നടക്കുന്നു, സാധാരണ ആളുകൾ പോകുന്നത് പോലെ പോകാൻ കഴിയുമായിരുന്ന 3 ഡോക്ടർമാരാണ്. ഡോക്ടർ മനൂപ് ആദ്യം വണ്ടി നിർത്തുന്നു, അവിടെ ഇറങ്ങുന്നു. ഒട്ടും ബോധമില്ലാത്ത അബോധാവസ്ഥയിൽ കിടന്ന ചോര ഛർദ്ദിച്ചുകൊണ്ടിരുന്ന ലിനു എന്ന് പറയുന്ന കൊല്ലം സ്വദേശിയുടെ കഴുത്ത് ഹോൾഡ് ചെയ്ത് ആൾക്ക് ശ്വാസം എടുക്കാനുള്ള ക്രമീകരണം ഉറപ്പാക്കുന്നു. ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് ലഭ്യമായിരുന്നില്ല. ഒരു തരത്തിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ ജീവൻ രക്ഷിക്കില്ല എന്ന് പറ്റൂല എന്ന് പൂർണ്ണമായ തിരിച്ചറിവിലൂടെയാണ് വലിയൊരു റിസ്ക് അവർ ഏറ്റെടുക്കുന്നത്. കാരണം പൂജ, നമുക്കറിയാം, അവിടെ വെച്ച് ആ രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പക്ഷേ ഇതുപോലെ ആകുമായിരുന്നില്ല. ഡോക്ടർമാർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുമായിരുന്നു. അതൊക്കെ ആ റിസ്ക് ഒക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് ഡോക്ടർ മനൂപ്, ഡോക്ടർ ദിദിയ, ഡോക്ടർ തോമസ് പീറ്റർ ഈ 3 പേരും ലിനു എന്ന് പറയുന്ന 44-കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആ സമയത്ത് ഇങ്ങനെ ഇടപെടാം എന്നുള്ള ഒരു ബോധ്യമാണ് ഒരു ജീവൻ ഇപ്പോൾ തിരികെ പിടിക്കാൻ കാരണമായത്.
ഡോക്ടേഴ്സ് ആണ്, അവർ അങ്ങനെ തന്നെയാണ്, അവർ ഇടപെടുന്നതാണ്. ഓരോ രോഗികളുടെയും ജീവൻ തിരികെ പിടിക്കുക എന്നത് തന്നെയാണ് അവരുടെ കർത്തവ്യം. അപ്പോഴും ആ സന്ദർഭം അത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അവർ 3 പേരും ഇടപെടുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിനൊപ്പം കൂടെ നിന്ന് ആ നാട്ടുകാർക്കായാലും ആ സമയം എല്ലാം സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കായാലും ഈ ഒരു കേസിൽ നമ്മൾ വലിയൊരു കയ്യടി തന്നെ കൊടുക്കുക വേണം. അപ്പോൾ ചികിത്സയിലാണ്, എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് തിരികെ വരട്ടെ. അപ്പോൾ ഡോക്ടർമാർ നമ്മുടെ അടുത്ത് സംസാരിച്ചു. ആ പ്രദേശത്ത് നിന്നും റിയ ആണ് നമ്മുടെ അടുത്ത് കാര്യങ്ങളും പറഞ്ഞത്.